ആനി, കാല് ശ്രദ്ധിക്കു കൊച്ചേ. അച്ഛനെ കാണാൻ ഓടുവാണ് ആ പെണ്ണ്. നിഷയെ കണ്ടതും അരുണയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഹരി എഴുന്നേറ്റു. ഹരിയേട്ടാ എന്നും കുറുമ്പോടെ മാത്രം ആ പേര് വിളിക്കുന്നവൾ ഇന്ന് കരയുന്നു. എന്തിനാ കരയുന്നേ? നമ്മൾ ബന്ധങ്ങളുടെ കെട്ടുകളില്ലേലും എനിക്ക് നീ എന്നും മോളാ. അനിയത്തിയായി ഒരിക്കൽ പോലും ഹരിയേട്ടൻ കണ്ടിട്ടില്ല. അവൻ്റെ ഷർട്ടിൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചിരിയോടെ അകന്നു മാറി ചുറ്റിനും പരതി നോക്കി. അച്ഛനെവിടെ? റൂമിലുണ്ട്, ചെല്ല്, കാത്തിരിക്കുവാണ്. ഡെന്നിയും കയറി വന്നു. അച്ഛാ. അവളുടെ ആർദ്രമായ വിളി ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഹൃദയത്തിൽ തട്ടി. അവൾ ഇങ്ങനെ വിളിച്ചിട്ടില്ല. നാദ് നിറഞ്ഞ കണ്ണുകളോടെ വാതിലിൽ ചാരി നിൽക്കുന്നവളെ നോക്കി. അച്ഛാ. ഓടി വരുവാണ്. കെട്ടിപ്പിടിച്ച് അവൾ ഉറക്കെ കരയുമ്പോൾ ആ കുഞ്ഞു മുഖം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? അവൾ തല ഉയർത്തി. ആ കണ്ണിൽ സംശയമാണ്. ഞാൻ കാരണമല്ലേ എൻ്റെ കുഞ്ഞ്? ഒരധ്യാപകൻ വിവരമില്ലാതെ പെരുമാറി വിവാഹത്തിന് മുന്നേ. അച്ഛന് എന്നെ വേണ്ടായിരുന്നോ? ഒത്തിരി വേദനിച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും സന്തോഷവും ഉണ്ടായിരുന്നു. വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും വാത്സല്യം അറിഞ്ഞു വളർന്നു. വൈകിയായാലും പപ്പയുടെയും അമ്മയുടെയും സ്നേഹം കിട്ടി. പിന്നെ എൻ്റെ ഇച്ചായൻ. ഞാനില്ലായിരുന്നേൽ ഡെന്നിച്ചൻ മറ്റാരേലും കെട്ടിയനെ. അതെനിക്ക് സഹിക്കില്ല. വേദനയിൽ പറഞ്ഞ് അവസാനം കുശുമ്പ് നിറയുന്ന ഭാവം ആ കുഞ്ഞുമുഖം കയ്യിലെടുത്തു. ഇനി അച്ഛന് മോള് മാത്രമേ ഉള്ളൂ. ശേഷിച്ച കാലം ഒപ്പമുണ്ടാകും. കാണാൻ കൊതിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെ. പക്ഷേ അരികിലുണ്ടെന്ന് അറിഞ്ഞില്ല. എൻ്റെ അമ്മ വീണ്ടും പിറവിയെടുത്ത് വന്ന പോലെ. മകളെ എത്ര ചുംബിച്ചിട്ടും നാദിന് കൊതി തീരുന്നില്ല. എനിക്ക് അങ്ങോട്ട് വരാവോ? ഡെന്നി ചോദിച്ചു. അയാൾ അടുത്തേക്ക് വരാൻ കൈ കാട്ടി. അവളുടെ വലം കയ്യെ അവൻ്റെ കൈക്കുള്ളിൽ വെച്ചു. മേലെ ആ അച്ഛൻ്റെ കൈയും. പറയേണ്ടതില്ല, അറിയാമെനിക്ക്. ഈ ചെക്കൻ ആനി എന്നാൽ മരിക്കുമെന്ന്. സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അവൻ്റെ മുഖത്ത് പൂനില ഉദിച്ചു. ആനിയെ തല താഴ്ത്തി നോക്കിയതും അവൾ ഒറ്റക്കണ്ണ് ഇറുക്കുന്നുണ്ട്. അയ്യോ, ഈ പെണ്ണിന്ന് എന്നെ കൊല്ലുമോ? ഉച്ചയ്ക്ക് ക്ഷീണത്തോടെ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇച്ചായ. അവൾ അവൻ്റെ തുടയിൽ തോണ്ടി. എന്താ പൊന്നാ അത്? നിഷ വശ്യമായി ചിരിക്കുന്നു. ഡെന്നി തലകുലുക്കി. ഡെന്നി, ഞങ്ങൾ നാളെ രാവിലെ പോകും, ഹരി പറഞ്ഞു. പെട്ടെന്ന് ഒരു ടാക്സി അകത്തേക്ക് കയറി വന്നു. ഇതാരാ? ഡെന്നി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും വെപ്രാളത്തോടെ അടുത്ത് കണ്ട ചെയറിൽ മുറുകെ പിടിച്ചു. ആരാടാ? ഡെന്നി, നിനക്ക് ചെവി കേട്ടൂടെ? എത്ര നേരമായി ചോദിക്കുന്നു. ഇനി പേഷ്യൻറ്റോ മറ്റോ ആണോ? അവൻ്റെ തോളിൽ ശക്തിയിൽ അടിച്ചുകൊണ്ട് ഡെന്നിയുടെ നോട്ടം ചെന്നെത്തി നിൽക്കുന്ന ഭാഗത്തേക്ക് അരുണ നോക്കി. ദൈവമേ, മേരിയമ്മയും അങ്കിളും മനുവും. എന്താ മക്കളെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അത് എന്താ ഒന്ന് വിളിച്ചുകൂടി പറയാതെ വന്നത്? ഡെന്നി വിക്കലോടെയാണ് ചോദിച്ചത്. ഞങ്ങളുടെ മോളെ കാണാൻ മരുമകനെ വിളിച്ച് അനുവാദം ചോദിക്കേണ്ട ആവശ്യമുള്ളതായി തോന്നിയില്ല, സക്രിയ പറഞ്ഞു. മോളെ, മേരിക്കുട്ടി വിളിച്ചതും നിഷ ഞെട്ടിപ്പോയി. അച്ഛാ, അമ്മ. നാദ് പതിയെ എഴുന്നേറ്റു. അകത്തേക്ക് കയറി വന്ന മേരി നിഷയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളിനെ ഒരു പ്രാവശ്യമേ നോക്കിയുള്ളൂ. ഇച്ചായ. തല ചുറ്റും പോലെ തോന്നിയതും സക്രിയയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. കൃഷ്ണനാഥ്. ചുണ്ടിൽ ഒരു ചെറു ചിരിയോടെ നിൽക്കുവാണ് അയാൾ. സക്രിയയ്ക്ക് പേടി തോന്നി. നാദ് അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണുകൾ മേരിയിലും കൃഷ്ണനാഥിലും മാത്രമാണ്. മേരിക്ക് സുഖാണോ? അവർക്ക് ഒന്ന് കരയണം എന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഇതേതാ ഈ അങ്കിൾ? അമ്മ മിഴിച്ചു നിൽക്കാതെ സുഖമാണെന്ന് പറഞ്ഞു കൊടുക്ക്, മനു പറഞ്ഞു. ഇതാരാ? നിങ്ങളുടെ മോനാണോ? സക്രിയയെ നോക്കിയാണ് ചോദിച്ചത്. ആ, അതെ. തൻ്റെ പേരെന്താടോ? എന്തു ചെയ്യുന്നു? മാനുവൽ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു. അങ്കിൾ ഏതാ? ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ബ്രദറാണ് മനു, നീരജ പെട്ടെന്ന് പറഞ്ഞു. ചേച്ചിയെ കാണാൻ വന്നിട്ട് പാവം എൻ്റെ ചേച്ചിക്കുട്ടിയെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആനി, മനുവിനെയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ. നിങ്ങളെന്താ വന്നതുപോലെ നിൽക്കുന്നത്? ഇരിക്ക്. ഇനി ഞാൻ ഉള്ളത് കൊണ്ടാണോ? എന്നാ ഞാൻ പോയേക്കാം. നാഥ്. അയാൾ കണ്ണുകൾ അടച്ചു നിന്നു. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ എങ്ങനെ? പെട്ടെന്ന് മേരി ചോദിച്ചു.
ഇനി ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല മേരി. നീ ഒന്നും ഓർക്കണ്ട. അയാൾ പോയി. മേരിക്കുട്ടി തല താഴ്ത്തിയിരുന്നു. ആൻറ്റി, എല്ലാം അറിയുമ്പോൾ അവരുടെ കവിൾത്തടം വഴി കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആര് എന്താണ് ചെയ്തത് ഒന്നും അങ്കിൾ പറഞ്ഞിട്ടില്ല. എൻ്റെ അപ്പനും ഗുണ്ടകളും, അല്ലാണ്ട് ആര്? നിഷാനി അറിഞ്ഞിട്ടുണ്ടാവോ? അച്ഛനെ കിട്ടുമ്പോൾ എന്നെ മാറ്റി നിർത്തുമോ? സക്രിയ മനസ്സിൽ പറഞ്ഞു. മോൾ അറിഞ്ഞു അല്ലേ മോനെ? മേരി ചോദിച്ചു. ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞു. നിഷാനിക്ക് ഇന്ന് മുതൽ ഞാൻ ആരും അല്ലാണ്ടായി. പപ്പ. പെട്ടെന്നാണ് അവളുടെ വിളി അയാളെ തേടിയെത്തിയത്. ഓടി വന്ന് അടുത്തിരുന്നു. അയാൾ അവളെ തന്നെ നോക്കി. അങ്ങനെയൊന്നും പപ്പയെ ഞാൻ മറക്കില്ല. എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഉള്ളിലുള്ള സ്നേഹം ഒളിപ്പിച്ചു വെച്ച ആളല്ലേ. കാലുവേദന മാറിയോ മോളെ? ഇപ്പൊ ഭേദമായി. എന്നാലും ചെറിയ വേദനയുണ്ട്. അതെങ്ങനെ മാറും? തുള്ളിച്ചാടിയല്ലേ നടപ്പ്. ദേ ഡെന്നിച്ച, സൂക്ഷിച്ചോ. എനിക്കേ ഒരു ചേട്ടനും IPSകാരി ചേട്ടത്തിയും പപ്പയും അച്ഛനും എല്ലാവരും ഉണ്ട്, പറഞ്ഞേക്കാം. ഡെന്നി പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ഹരിയും ഡെന്നിയും വരുമ്പോൾ നാദ് ടേബിളിൽ തല താങ്ങിയിരിപ്പുണ്ട്. അങ്കിൾ, ഡെന്നി വിളിച്ചു. അവർ വരുന്നു എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാമായിരുന്നു. മേരി, അവളുടെ സങ്കടം അത് കാണാൻ എനിക്ക് പറ്റില്ല. അപ്പോ അങ്കിളിന് വേദനയും വിഷമവും ഇല്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഡെന്നി അയാളെ നോക്കി ആക്കലോടെ ചിരിച്ചു. സത്യാണ്, ഭ്രാന്തനായി ഒന്നും അറിയാതെ ഞാൻ എല്ലാം മറന്ന് ജീവിച്ചു. പക്ഷെ അവൾ ഈ 20 വർഷം നീറി നീറി ജീവിച്ചില്ലേ? ഇനിയെങ്കിലും സന്തോഷിക്കട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും പ്രാക്ടിക്കലായി ചിന്തിക്കാൻ വല്യച്ഛന് മാത്രമേ കഴിയൂ. അങ്ങനെ ആയേ പറ്റൂ ഹരി. കാരണം അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 15 വർഷം. ബാക്കി 5 വർഷം അങ്കിൾ എവിടെയായിരുന്നു? അതൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ചാണ്ടിയുടെ ആൾക്കാർ എന്നെ അവരുടെ ഗോഡൗണിലിട്ട് തല്ലിച്ചതച്ചു. ഇടയ്ക്ക് അയാളും വന്നു. മകളെ നശിപ്പിച്ചവന് സ്നേഹ സമ്മാനം അരിശം തീരും വരെ തന്നു. പട്ടിണി കിട്ടു. ജീവൻ്റെ തുടുപ്പ് ബാക്കി വെച്ച് അവർ എന്നെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്കിൾ പിന്നെങ്ങനെ ജീവനോടെ? ബോധം വീഴുമ്പോൾ ഞാൻ ഒരു ക്യാമ്പിലായിരുന്നു. ചുറ്റിനും ഒരുപാട് ഡോക്ടേഴ്സ്. അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കാലും കൈയും ഒടിഞ്ഞിരുന്നു. തോളലിൽ പൊട്ടൽ, നട്ടലിന് സാരമായ പരിക്ക്, ഒരേ കിടപ്പ് മാസങ്ങളോളം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ സമയത്ത് മേരിക്കുട്ടി മോൾക്ക് ജന്മം നൽകി കഴിഞ്ഞിരിക്കണം. ഒരു വിശേഷ ദിവസം എന്നും പറഞ്ഞ് എനിക്കും കിട്ടി ഒരു പൊതി ചോറ്. നഴ്സ് വാരി തന്നു. മനസ്സിന് സന്തോഷം തോന്നുന്ന ദിവസങ്ങളിൽ അയാൾ ആ സർക്കാർ ആശുപത്രിയിലെ പാവപ്പെട്ടവർക്ക് അന്നം ദാനം ചെയ്യുമത്രേ. അങ്ങനെ വന്ന ആൾ എനിക്ക് ദൈവദൂതനായി. ആര്? ഡെന്നി ചോദിച്ചു. നാദ് പുഞ്ചിരിച്ചു. എനിക്ക് ആ ആൾ ആരാന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ വലിയ മനുഷ്യനെ അറിയാം. ശബ്ദമിടറുമ്പോൾ ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. തിരികെ മടങ്ങുമ്പോൾ ഒരു ആംബുലൻസ് എനിക്കായി റെഡിയാക്കി. വലിയ ഒരു ആയുർവേദ മഠം. അവിടുത്തെ ചികിത്സ. മാസാമാസം എന്നെ വന്ന് കാണും. ധൈര്യം പകർന്നു. മേരി, അവളെ കാണാനുള്ള മോഹം. എഴുന്നേറ്റ് നടന്നു തുടങ്ങി. പക്ഷെ അവിടെയും എന്നെ തേടി ചാണ്ടി വരുമെന്ന് അദ്ദേഹമോ ഞാനോ പ്രതീക്ഷിച്ചില്ല. ഔസേപ്പച്ചനാണോ ആ ദൈവദൂതൻ? ആനിയുടെ വല്യപ്പച്ചൻ. അദ്ദേഹത്തെ പിന്തുടർന്ന് വന്നതാ ചാണ്ടി. രാത്രിക്ക് രാത്രി എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. തലയ്ക്ക് അടി കിട്ടിയത് മാത്രം അറിയാം. കണ്ണുകൾ അടയുമ്പോൾ അവസാനം കണ്ടത് ചാണ്ടിയുടെ ക്രൂരമായ മുഖമാണ്. പിന്നീടൊന്നും അറിയില്ല. എങ്ങനെ മുംബൈയിലെത്തി എന്ന് പോലും. ചാണ്ടിയെ പേടിച്ചിട്ടാവാം നിഷാനിയെക്കുറിച്ച് ഒന്നും ആരോടും വല്യപ്പച്ചൻ പറയാതിരുന്നത്. അങ്കിളിനെ പിന്തുടർന്ന് ഉപദ്രവിച്ച ആൾ ആ കുഞ്ഞിനെയും എന്തേലും ചെയ്യുമെന്ന് പേടിച്ചിരിക്കാം. ശരിയാ മോനെ, പക്ഷേ ഉപേക്ഷിച്ചില്ലല്ലോ. അതാ അദ്ദേഹത്തിൻ്റെ ഗുണം. എല്ലാം കേട്ട് മേരിക്കുട്ടി വായ പൊത്തിപ്പിടിച്ച് സക്രിയയുടെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. ഇച്ചായ, നാദിനെ രക്ഷിച്ച് കൊണ്ടുവരാനാണോ കല്യാണം 1 വർഷം കഴിഞ്ഞ് മതിയെന്ന് വല്യപ്പൻ പറഞ്ഞത്? ആയിരിക്കും മേരി. എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഒരു മനുഷ്യനാണെന്ന് മക്കളായ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അമ്മച്ചിയോട് പോലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല. ആലോചനയോടെ കിടക്കുവാണ് ഡെന്നി. അവനിൽ പറ്റിച്ചേർന്ന അവളും. ഒരു കാല് ഡെന്നിക്ക് മേലെ എടുത്തു വെച്ചു. ഇച്ചായ. ആനി,
എന്തോ ഒന്നിലും മനസ്സ് ഉറച്ചു നിൽക്കുന്നില്ല മോളെ. ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. 2 ജീവനുകളാണ് ഇന്നിവിടെ ഉള്ളത്. സങ്കടമില്ലാന്ന് പറഞ്ഞാലും അച്ഛൻ ഒറ്റയ്ക്കാണ്. മേരിയമ്മയെ ആശ്വസിപ്പിക്കാൻ അങ്കിളുണ്ട്. എന്നാ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോട്ടെ? അങ്കിൾ, ഈ ബുക്സൊക്കെ സ്വന്തം രചനയാണ് അല്ലേ? സൂപ്പർ. ആ, എന്താ മോൻ വായിച്ചിട്ടുണ്ടോ? അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. കുറച്ചൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാ. നല്ലതാ, ഇനിയും വായിക്കണം കേട്ടോ. അങ്കിൾ കിടക്കുന്നില്ലേ? കിടക്കണം. ഇന്നെന്തോ ഉറക്കം വരുന്നില്ല. ആശിച്ചതെല്ലാം കിട്ടണം എന്നില്ല. പെട്ടെന്ന് മനു പറഞ്ഞു, മോനെ, എനിക്കെല്ലാം അറിയാം. ഞാൻ എല്ലാവരെയും ചിരിപ്പിക്കുന്ന കോമാളിയാ. നാദ് അവൻ്റെ മുടിയിൽ പതിയെ തഴുകി. കിടക്കാം അങ്കിൾ. അയാളെ പിടിച്ച് അടുത്ത് കിടത്തി. ഗുഡ്. ഈ എഴുത്തുകാരന് അനുസരണ ഇല്ല കേട്ടോ. എന്നെ കണ്ടു പഠിക്കണം. നാദ് ഉറക്കെ ചിരിച്ചു. ഇനി ഇവിടെ നമ്മൾ വേണ്ട അനി. അവൻ ഔസേപ്പിൻ്റെ ചോരയിൽ പിറന്നതാ. പിറ്റേന്ന് രാവിലെ ഹരിയും അരുണയും മേരിക്കുട്ടിയും സക്രിയയും മനുവും പോകാനിറങ്ങി. അമ്മ പോട്ടെ മോളെ. നിഷ അവരുടെ കവിളിൽ ചുംബിച്ചു. ഇച്ചയ, ഞാനിപ്പോൾ വരാം. മേരി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നാഥ്, എന്താ മേരിക്കുട്ടി? ഞാൻ പോവുകയാണ്. അയാൾ ചിരിയോടെ മൂളി. സങ്കടമുണ്ട്. ഞാൻ വേണ്ട. നാഥ് കൈ ഉയർത്തി. ശബ്ദത്തിൽ ഗൗരവമുണ്ട്. എല്ലാം നിന്റെ തെറ്റാണെന്ന് പറയരുത്. എനിക്കും അതിൽ പങ്കുണ്ട്. ഞാൻ ഇനി ഇങ്ങോട്ട് മോളെ കാണാൻ വരില്ല. അതെന്താ? ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണോ? ഏയ് അല്ല, ഞാൻ ഈ കയ്യിൽ ഒന്ന് തൊട്ടോട്ടെ? മേരി ചോദിച്ചു. അയാൾ തലകുലുക്കി. ആ കയ്യിൽ അവർ കൈവച്ചു. നമ്മുടെ മോളെ ഇവിടെ ഏൽപ്പിക്കുവാ ഞാൻ സന്തോഷത്തോടെ. മാപ്പാക്കണം എല്ലാത്തിനും. മേരി, എൻ്റെ മനസ്സിൽ നീയോ നിന്റെ മനസ്സിൽ ഞാനോ ഇല്ല. ഇനിയെന്നും അങ്ങനെ ആയിരിക്കും, അയാൾ പറഞ്ഞു. അവർ പെട്ടെന്ന് പോവുകയും ചെയ്തു.